നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. ഇത് സാധാരണയായ എല്ലാ ബിസ്ക്കറ്റ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. മേരി ഗോൾഡ്, മിൽക്കി ബിക്കീസ്, ഈ ബിസ്ക്കറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾക്ക് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പാല്, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ആക്കണം. ഇതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാൻ പാടുള്ളൂ. ഇത് നന്നായി മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇത് നന്നായി കുറുകി വരണം. അതുവരെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് ഒരു മീഡിയം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുറുക്കേണ്ടത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറുകി വരുന്നുണ്ട്. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കുറച്ചും കൂടി ഇത് കുറുകാനുണ്ട്. ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ വെച്ച് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. കുറച്ച് സമയം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സാക്കണം. ഇത് നമ്മൾ ബിസ്ക്കറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. പഞ്ചസാര നന്നായി മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മളിവിടെ പാലും വാനില എസൻസും പഞ്ചസാരയും നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രമാണിത്. ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാലും പഞ്ചസാരയും കൊക്കോ പൗഡറും കോൺഫ്ലോറും മിക്സാക്കിയ ഈ കുറുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ആക്കി കൊടുക്കാം. ഇത് കുറച്ച് മാത്രം ആക്കിയാൽ മതി, ബാക്കി അവിടെ വെക്കണം. പാലിൽ ബിസ്ക്കറ്റ് മുക്കിയിട്ടാണ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ട് മുറിച്ചതും ബദാം മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കാം.
ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയറും നമുക്ക് റെഡിയാക്കാം. ഇതേപോലെ പാലിലിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഓരോ ബിസ്ക്കറ്റായി ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതിൽ കുറേ സമയം കുതിർത്ത് വെക്കണ്ട. ഇതേപോലെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു വെക്കണം. ഇനി ഇതെല്ലാം ഫുള്ളായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറുക്കിയ മിക്സ് വെച്ച് കൊടുക്കാം. ഇത് ഫുള്ളായിട്ടും വെച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായി ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. ഇത് നമ്മൾ നല്ലവണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞ ശേഷം കാണാം. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.